എന്നെ സന്തോഷിപ്പിച്ച ഒരു ചിന്ത നിങ്ങളോട് പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ വാക്യത്തിന്റെ ആരംഭം വായിക്കാം, ബാക്കി നിങ്ങൾ വായിക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി, ആ റെഫറൻസിലോട്ട് ആ വാക്യവും എൻ്റെ അടുത്ത വാക്യവും. അടുത്ത വാക്യം നിങ്ങളുടെ ഉള്ളിൽ. നമുക്ക് ഭയങ്കര സുപരിചിതമായ ഒരു വാക്യമാണ്, അതുകൊണ്ടാണ് എല്ലാവർക്കും അത്രയും പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റിയത്. ഒറ്റ വാക്കിൽ തന്നെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റി. ഈ ലേഖകൻ പറയുന്ന ഒരു വലിയ സന്ദേശം ഈ 2 വാക്യത്തിൽ പറഞ്ഞു നിർത്തുന്നത്, നിങ്ങൾ മടുത്തു പോകരുത്. ഈ അധ്യായത്തിൽ ഈ പുസ്തകത്തിൽ പലയിടത്തായി പറയുന്നുണ്ട്, മടുത്തു പോകരുത്, തളർന്നു പോകരുത്. പൗലോസും തന്നെ ലേഖനത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തളരരുത്, ആരാധനയിൽ തളർന്നു പോകരുത്, മടുത്തു പോകരുത്. ഇതെല്ലാം സഭകളോട് പറയുന്നതാണ്. ഇതെല്ലാം സഭകൾക്ക് കൊടുത്ത പ്രബോധനങ്ങളാണ്, മടുത്തു പോകരുത് എന്നുള്ളത്. കാരണം ഒത്തിരി സാധ്യതയുള്ളൊരു കാര്യമാണ് മടുത്തു പോകുക എന്നുള്ളത്. നമ്മൾ ഏത് കാര്യവും തുടർമാനമായി ഒരേ രീതിയിൽ ചെയ്താൽ ആ കാര്യത്തിൽ നമുക്ക് മടുപ്പ് അനുഭവിക്കുന്നതിൽ അത് വലിയ തെറ്റല്ല, അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വരും. അതുകൊണ്ട് മടുത്തു പോകാൻ ഒരു സാധ്യത ഉണ്ട്. ക്രിസ്തീയ ജീവിതത്തിലും ഇത് ബാധകമാണ്. ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യത്തെ ഇവിടെ മുൻകൂർ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ മടുത്തു പോകരുത്, തളർന്നു പോകരുത്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും മടുത്തു പോകാൻ സാധ്യതയുണ്ട്. വർഷം മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ സമയം പിന്നിടുമ്പോൾ അത് നമ്മുടെ പാരമ്പര്യം കൂട്ടുന്നുണ്ട്, സത്യമാണ്. പക്ഷെങ്കിൽ അത് നമ്മളിലുള്ള ആ ഒരു ഡേഞ്ചർ കൂട്ടിക്കൊണ്ടുവരികയാണ്. നമ്മളെ പാരമ്പര്യം കൂടുന്നതനുസരിച്ച് നമ്മുടെ മടുത്തു പോകാനുള്ള സാധ്യതയും കൂടിക്കൊണ്ടുവരികയാണ്. നമ്മൾ തളർന്നു പോകാനുള്ള സാധ്യത കൂടി വരികയാണ്. നമ്മൾ ഉയരത്തിലേക്ക് പോകും തോറും അവിടുന്ന് വീണാൽ ആ വീഴ്ച ഭയങ്കര വേദനയുള്ളതായിരിക്കും. നമ്മളൊരു നടന്നു പോകുന്നൊരു കുഞ്ഞ് വീഴുമ്പം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പ്രായമുള്ള ഒരാൾ ഒന്ന് വീണാൽ ഉടനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും, കൈ ഒടിയുന്നു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. കാരണം നമ്മുടെ ആ പഴക്കത്തിൽ വന്നതിന് ശേഷം ഒരു വീഴ്ച സംഭവിച്ചാൽ അത് വലിയ ഒരു വേദനയായി മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉയരത്തിൽ കയറിയിട്ട് ഇപ്പം ഈ സ്റ്റെപ്പിൽ നിന്ന് വീണാൽ വരുന്ന ഭവിഷ്യത്തല്ല നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണാൽ ഉണ്ടാകുന്നത്. വളരെ വലിയ അപകടങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. നമ്മൾ വളരും തോറും നമ്മുടെ നിലവാരം കൂടും തോറും നമ്മൾ അവിടെ നിന്നൊന്ന് വീണാൽ നമ്മുടെ വീഴ്ചയുടെ ആ ആഘാതം വളരെ വലുതാണെന്ന് ഓർക്കുമ്പോൾ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ, മടുക്കാതിരിപ്പാൻ, തളരാതിരിപ്പാൻ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ലേഖനങ്ങളിലെല്ലാം ഇങ്ങനൊരു മുന്നറിയിപ്പ് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്, മടുത്തു പോകരുത്, തളർന്നു പോകരുത്. കാരണം മടുത്തു പോയാൽ, തളർന്നു പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ്. ആ വീഴ്ച വളരെ ആഘാതമുണ്ടാക്കുന്നതാണ്. ആ വീഴ്ച ഒരു വലിയ നഷ്ടത്തിൽ ചെന്നെത്തിക്കുവാൻ സാധ്യമാക്കും. അതുകൊണ്ടാണ് ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മടുത്തു പോകരുത് എന്ന് തുടർമാനമായി നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരു ബന്ധം, നമ്മൾക്കൊരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ നമ്മൾ മടുത്തു പോകാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മടുത്തു പോകും. അല്ലെങ്കിൽ ദൂരെയുള്ളവരുമായിട്ട് ഒരു കാലത്ത് നല്ല ബന്ധത്തിൽ ആയിരുന്നവർ, ഇപ്പം ഉദാഹരണമായി സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ച അവരൊക്കെ എനിക്കറിയാം. അവർക്ക് ഇന്നുള്ള സുഹൃത്തുക്കളെക്കാളും പലരുടെയും എനിക്ക് അവരുടെ സർനെയിമും തേർഡ് നെയിം വരെ അറിയാം. കാരണം പണ്ട് സ്കൂളുകളിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാവരെയും വിളിക്കുന്നത്. ഫുൾ നെയിം അറിയാം. അറ്റൻഡൻസ് ഒക്കെ ദിവസവും രാവിലെ വിളിച്ച് കേൾക്കുന്നതുകൊണ്ട് അവരുടെ ഫുൾ നെയിമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ അവരോടൊന്നും എനിക്കിന്ന് ബന്ധമില്ല. കാരണം ഞാൻ അവരെ കാണുന്നില്ല. അവരിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. വർഷങ്ങളായി ഞാൻ അവരോട് സംസാരിച്ചിട്ട് അവരോട് യാതൊരു ബന്ധവും എനിക്കില്ല. ഇന്ന് അവരെ കണ്ടാൽ പോയി സംസാരിക്കാനും ഒരുപക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. കാരണം എനിക്ക് അവരോട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ പരിചയക്കാരായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു, നല്ല സമയങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. പക്ഷെങ്കിൽ ഇന്ന് പലരുമായിട്ടും എനിക്ക് ബന്ധമില്ല. കാരണം മറ്റൊന്നുമല്ല, ഞാൻ അവരെ കാണാത്തത് കൊണ്ടും അവരോട് സംസാരിക്കാത്തത് കൊണ്ടും അവരോട് ഇടപെടാത്തത് കൊണ്ടും മാത്രമാണ്. ക്രിസ്തീയ ജീവിതത്തിലും ഇത് ആപ്ലിക്കബിളാണ്. നമ്മൾ കർത്താവിനെ കാണാതിരുന്നാൽ ആ ബന്ധത്തിൽ വീഴ്ച സംഭവിക്കും. സംസാരിക്കാതിരുന്നാൽ ആ ബന്ധത്തിൽ വീഴ്ച സംഭവിക്കും. നമ്മൾ ഇടപെടാതിരുന്നാൽ ആ ബന്ധത്തിലും വിള്ളലുകൾ അല്ലെങ്കിൽ അകൽച്ചകൾ വന്ന് സംഭവിക്കും. നമ്മൾ ചർച്ച വരുന്നതുകൊണ്ട് മാത്രമല്ല, കർത്താവിനോട് വ്യക്തിപരമായി ഈ ബന്ധം അതൊരു വ്യക്തിപരമായ ബന്ധമാണ്. ആ ബന്ധം
നമ്മൾ ഓരോ ദിവസവും പുതുതായി റിഫ്രഷ് ചെയ്ത് സ്ഥാപിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് തളർന്നു പോകാതെ മടുത്തു പോകാതെ ഏത് സമയവും അടുത്ത് ചെല്ലാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. കർത്താവ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവവചനം തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദൈവവചനത്തിൽ പലയിടത്തായിട്ട് ഉടനീളം വ്യക്തിബന്ധങ്ങളോട് കർത്താവുമായിട്ടുള്ള ബന്ധം താരതമ്യം ചെയ്തിരിക്കുന്നത്. ഒരു പിതാവിന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കർത്താവിന് നമ്മളോടുള്ള കരുണയൊക്കെ അതിലും വലുതാണ്. പക്ഷെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു പിതാവിന് തോന്നുന്ന പോലെന്ന് കർത്താവ് എഴുതി വെച്ചേക്കുന്നത്. പെറ്റതല്ല കുഞ്ഞിനെ മറന്നാലും അത് സംഭവിക്കാത്തൊരു കാര്യമായിരിക്കാം. പക്ഷെങ്കിൽ അതിനും അപ്പുറമാണ് മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. കാരണം കർത്താവ് അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ അമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിലും വലുതാണ് കർത്താവിന് നമ്മളോടുള്ള സ്നേഹമെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. യേശു കൂടെയുള്ള ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തത് സഹോദരന്മാരെ, ബ്രദേഴ്സ്, നിങ്ങൾ എൻ്റെ സഹോദരന്മാർ. അതായത് സഹോദരൻ എന്ന് വെച്ചാൽ ഒരു അപ്പന്റെ മക്കൾ, ഒരു വീട്ടിൽ താമസിക്കുന്നവർ, നിങ്ങൾ സഹോദരൻ. കർത്താവ് എല്ലായിടത്തും വ്യക്തിബന്ധങ്ങളാണ് കർത്താവ് താരതമ്യം ചെയ്തിരിക്കുന്നത്. കാരണം ഈ സാധനം നമ്മുടെ തലയിൽ കയറാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളോട് വ്യക്തിബന്ധങ്ങൾ കൂടി സംസാരിച്ചത്. അതെല്ലാം ഉപരിയായി കർത്താവ് അവസാനം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോവുകയാണ്, കാന്തയെ ചേർക്കുവാൻ മണവാളൻ വരുന്നത് പോലെ മടങ്ങി വരും. ഒരു വിവാഹ ബന്ധത്തോടെ കർത്താവ് താരതമ്യം ചെയ്തിരിക്കുകയാണ്. ഒരു മണവാളൻ മണവാട്ടിയെ ചേർക്കുവാൻ വരുന്നത് പോലെ. നമ്മളെ മറ്റൊരു ഇടത്ത് കമ്പയർ ചെയ്തിരിക്കുന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. വിവാഹത്തിന് വേണ്ടി കല്യാണത്തിന് വേണ്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. ആരാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്നത്? മണവാളൻ മാത്രമല്ല, രണ്ടുപേരും. രണ്ട് കക്ഷികളും ഒരുപോലെ കാത്തിരിക്കുകയാണ് ആ ഒരു ദിവസത്തിന് വേണ്ടി. നമ്മുടെ മണവാളൻ കാത്തിരിക്കുകയാണ്. മണവാട്ടിക്ക് എത്രത്തോളം ഒരുക്കമുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മണവാളൻ നമ്മളെ ചേർക്കുവാൻ വരാൻ അധികം സമയങ്ങളില്ല. പക്ഷെങ്കിൽ മണവാട്ടിയാകുന്ന സഭ ഓരോ ദിവസവും നമ്മുടെ ബന്ധം മണവാളിനെ കാത്തിരുന്ന് അത് പുതുക്കിക്കൊണ്ട് വരുവാൻ നമുക്ക് സാധ്യമാകട്ടെ. ഞാൻ വായിച്ച രണ്ടാമത്തെ വാക്യം, അവിടെ ഒരു ഭയങ്കര വലിയ കാര്യം പറയുന്നുണ്ട്. കർത്താവ് ക്രൂശിൽ അനുഭവിച്ച ഒരു സന്തോഷം. ക്രൂശിൽ സന്തോഷിക്കാനൊന്നുമില്ലായിരുന്നു. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും, അതിന്റെ മുമ്പത്തെ വാക്യം, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ക്രൂശിനെ സഹിച്ചതിന്റെ കാരണം തന്റെ മുൻപിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. ക്രൂശിൽ 3 ആണിയിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിന്റെ മുന്നിൽ അങ്ങനെ വലിയ സന്തോഷമൊന്നും അവിടെ കാണാനില്ലായിരുന്നു. തന്നെ പരിഹസിക്കുന്നവർ ഒത്തിരി പേരവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ഉണ്ടായിരുന്ന ദൈവം മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ താൻ ഉണ്ടാക്കിയ മനുഷ്യൻ തന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. ഇതിലും വലിയ അപമാനം വല്ലതുമുണ്ടോ? നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ, അയൽവാസികൾ പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തുമാത്രം ഫീലിങ്സ് ആണ്. പക്ഷെങ്കിൽ ദൈവം ഇതെല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന്റെ മുഖത്ത് മനുഷ്യൻ തുപ്പിയെന്ന് പറഞ്ഞാൽ അതിലും വലിയ അപമാനം ഒന്നുമില്ല. ആ അപമാനം സഹിച്ചു. കാരണം അതിന് പിന്നിലുള്ളൊരു മോട്ടിവേഷൻ, തന്റെ മുമ്പിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. തനിക്ക് ക്രൂശിൽ ഫിസിക്കലി ദൈവം പൂർണ്ണമായി മനുഷ്യനായിരുന്നു. വേദന അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു. വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു, വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം അനുഭവിച്ചു. ഈ കഷ്ടം മൊത്തം സഹിച്ചു. ഇതിന്റെ എല്ലാം പിന്നിൽ ഒറ്റ മോട്ടിവേഷൻ ഉണ്ട്. ക്രൂശിൽ താൻ ഇതെല്ലാം സഹിക്കാൻ കാരണം തന്റെ മുമ്പിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. എന്തുവായിരുന്നു കർത്താവിന്റെ മുൻപിൽ ക്രൂശിൽ ഇത്രത്തോളം കർത്താവിനെ ബലപ്പെടുത്തിയ ആ സന്തോഷം? സ്വർഗത്തിലെ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കാൻ സാധിക്കുന്നതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം താൻ അത് വെടിഞ്ഞാണ് ഭൂമിയിലോട്ട് വന്നത്. അത് തനിക്ക് ആദ്യമായി ലഭിക്കുന്ന ഒന്നല്ല. മടങ്ങി അവിടെ ചെന്നു എന്നുള്ളത് സത്യമെങ്കിലും കർത്താവ് അത് വെടിഞ്ഞു വന്ന വ്യക്തിയാണ്. കർത്താവിന് അതൊരു വലിയ സന്തോഷമല്ലായിരുന്നു. അതിലും ഉപരിയായി കർത്താവിനെ മോട്ടിവേറ്റ് ചെയ്തൊരു സന്തോഷം. താൻ ആ ക്രൂശിൽ കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, എന്റെ മുഖം കർത്താവിന്റെ മനസ്സിൽ വന്നു കാണണം. നമ്മുടെ ഓരോരുത്തരുടെയും മുഖം കർത്താവിന്റെ മനസ്സിൽ വന്നു കാണണം. ഈ പാപി ഈ ദിവസം കൊണ്ട്, ഈ ഒരു ഈവന്റ് കൊണ്ട് ഇവൻ രക്ഷപ്പെടുമല്ലോ എന്നോർത്തപ്പോൾ, ഈ ഒരു പാപി ഈ ഒരു ദിവസം കൊണ്ട്, ഈ ഒരു ഈവന്റ് കൊണ്ട് അവന്റെ ഭാവി മാറുമെന്നോർത്തപ്പോൾ, അവന്റെ ചരിത്രം മാറുമെന്നോർത്തപ്പോൾ, അവന്റെ നിത്യത മാറുമെന്നോർത്തപ്പോൾ കർത്താവിന്റെ മനസ്സിൽ കൂടി നമ്മുടെ ഓരോരുത്തരുടെയും മുഖം കടന്നുപോയി. ആ സന്തോഷം ഓർത്തപ്പോൾ നരകത്തിൽ പോകേണ്ടവരായ ഇവർ ഓരോരുത്തരും, ഞാൻ ഇന്ന് ഈ വേദന സഹിക്കുന്നത് കൊണ്ട് നാളെ സ്വർഗത്തിന് അവകാശികളാകും, മക്കളാകും, എന്റെ ദൈവത്തിന്റെ മകൻ ഞാൻ ആയിരിക്കുന്നത് പോലെ അവരെനിക്ക് സഹോദരന്മാരായി തീരുമെന്ന് കർത്താവ് ഓർത്തപ്പോൾ ഈ വ്യക്തികളെ ഓരോരുത്തരെയും, ഇന്ന് പാപികളായി പാപത്തിലേക്ക് നരകത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്ന ഇവരെ
ഒരുമിച്ച് നമുക്ക് സ്വർഗത്തിൽ നിത്യതയിൽ വാഴുവാൻ സാധിക്കുമെന്ന് ഓർത്തപ്പോൾ കർത്താവിന്റെ മനസ്സിൽ അതായിരുന്നു ആ സന്തോഷം, അതായിരുന്നു ആ മോട്ടിവേഷൻ. ഈ ലേഖകൻ ഇവിടെ പറയുന്നു, ഈ മോട്ടിവേഷൻ ഓർത്ത്, ഈ സന്തോഷം ഓർത്താൽ, ഈ കഷ്ടം സഹിച്ചവനെ ഓർത്താൽ നിങ്ങൾക്ക് ഭൂമിയിൽ ഇവിടെ ഉള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കാം. നമ്മൾ നേരിടുന്ന ചെറിയ ചെറിയ ഇൻസൾട്ടുകൾ നമുക്ക് വേണ്ടെന്ന് കുഴപ്പമില്ലെന്ന് വെക്കാം. നമ്മൾ നേരിടുന്ന ചെറിയ ചെറിയ അപമാനങ്ങൾ നമുക്ക് സാരമില്ലെന്ന് വെക്കാം. കാരണം നമ്മളെ ഓർത്തപ്പോൾ ഒത്തിരി മോട്ടിവേറ്റഡ് ആയ കർത്താവിന്റെ ആ സ്നേഹം ഓർക്കുമ്പോൾ നമുക്കും ഈ ദിവസങ്ങളിൽ മടുത്തു പോകാതെ മോട്ടിവേറ്റഡ് ആകാൻ സാധിക്കട്ടെ. ഇത്ര വലിയ സ്നേഹം വേറെ ഒന്നുമില്ല. കർത്താവ് നമുക്ക് തന്നതിനപ്പുറം വേറെ ആരും തരത്തില്ല, ആരും ഇതുവരെ തന്നിട്ടുമില്ല. ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം ഈ ഭൂമിയിൽ തീരുന്നതാണ്. പക്ഷെങ്കിൽ നമ്മളെ രക്ഷിച്ച കർത്താവ്, നമ്മളെ ഇതിനൊക്കെ അവകാശികളാക്കി തീർത്ത കർത്താവ്, ആ സ്നേഹത്തിന് മുൻപിൽ മുട്ടുമടക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ മുൻപിൽ വെല്ലുവിളിയല്ല, നമുക്ക് മുട്ടുമടക്കാൻ സാധിക്കും. ഇത്ര വലിയ സ്നേഹം വേറൊന്നുമില്ല. നമുക്ക് ആ സ്നേഹത്തെ തിരിച്ചറിയാം, മനസ്സിലാക്കാം, നമുക്ക് ആ ബന്ധം പുനഃസ്ഥാപിക്കാം. ഇതൊരു വ്യക്തിപരമായ ബന്ധമാണ്. ആ ബന്ധത്തിലായിരിക്കാൻ കർത്താവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. അടുത്ത ദിവസം ഞങ്ങൾ കടന്നു പോകുമ്പോഴും എൻ്റെ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഞാൻ ഒത്തിരി നന്ദിയും കടപ്പാടുള്ളവനാണ്. എന്നെ വളർത്തിയ എൻ്റെ സഭ, എൻ്റെ മാതൃസഭ എനിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു.